എൻ്റെ എത്രയും സ്നേഹം നിറഞ്ഞ ശ്രീധരിയം ചാനലിൻ്റെ സുഹൃത്തുക്കളെ, എല്ലാവർക്കും ആത്മനമസ്കാരം. സുഹൃത്തുക്കളെ, നമ്മൾക്കിന്ന് കന്നിരാശിയെപ്പറ്റി ഒന്ന് ചിന്തിക്കാം. കന്നിരാശിയിൽ ഗുരുഭഗവാൻ 2025 എത്രത്തോളം നമുക്ക് ഫേവറായിരിക്കും, എന്തൊക്കെ പ്രശ്നങ്ങൾ നമ്മൾ സന്ധിക്കേണ്ടിയിരിക്കുന്നു എന്നൊക്കെ ഒന്ന് ചെറിയ രീതിയിൽ ചിന്തിച്ച് നോക്കാം. കന്നിരാശി അതായത് കാലപുരുഷൻ്റെ 6ാമത്തെ രാശി. കാലപുരുഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേടം മുതൽ മീനം വരെയാണ് നമ്മുടെ യഥാർത്ഥമായിട്ടുള്ള ആരൂഢം, അല്ലേ? അതാണ് യൂണിവേഴ്സിൻ്റെ ആരൂഢം. നമുക്ക് സെപ്പറേറ്റായിട്ട് ലഗ്നം ഉണ്ടാകാം, പിന്നെ രാശി ഉണ്ടാകാം. ലഗ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജനിക്കുന്ന സമയത്തുള്ള നക്ഷത്രം. രാശി എന്ന് പറയുന്നത് നമ്മുടെ ചന്ദ്രൻ നിൽക്കുന്ന നക്ഷത്രം, അല്ലേ? ഞാനിപ്പോൾ ഇത് തുടങ്ങുമ്പോൾ തന്നെ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിൽ ഒരു സുഹൃത്ത് എനിക്ക് ഒരു കമൻ്റ് ഇട്ടിരുന്നു. ലഗ്നമാണ് രാശിയെക്കാട്ട് ഉയർന്നത്, ലഗ്നം വെച്ചാണ് നോർത്ത് ഇന്ത്യൻസ് വന്നിട്ട് പിന്നെ ആരൂഢം അതായത് ഗോചരം നോക്കുന്നത്, രാശി വെച്ചല്ല എന്ന് പറയുന്നു. സുഹൃത്തുക്കളെ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഒരു ജാതകത്തിൽ ലഗ്നവും രാശിയും ഒരുപോലെ വിലപ്പെട്ടതാണ്. കാരണം ലഗ്നം എന്ന് പറയുന്നതാണ് നമ്മുടെ ജനനം, അതായത് നമ്മുടെ ജീവൻ. നമ്മുടെ ജീവന് നമ്മൾ ജനിക്കുന്ന സമയത്ത് കഴിഞ്ഞ ജന്മത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്ന പുണ്യപാപങ്ങളുടെ ഒരു സംയുക്തമായിട്ടുള്ള ഒരു ശേഖരവും കൊണ്ടാണ്, നമ്മളൊരു ചുമടും കൊണ്ടാണ് നമ്മളിങ്ങോട്ടേക്ക് വരുന്നത്, അല്ലേ? അപ്പം അത് എങ്ങനെ നമ്മളുടെ ജീവിതത്തിൽ എഫക്റ്റ് ആകും, അത് എങ്ങനെ നമ്മളെ കൊണ്ടുവന്ന് നമ്മുടെ ജീവിതാവസാനം വരയ്ക്ക് എങ്ങനെ കൊണ്ടുപോകും എന്ന് തീരുമാനിക്കുന്നത് ലഗ്നമാണ്, അല്ലേ? കാരണം അതാണ് നമ്മൾ ജനിക്കുന്ന ജീവൻ. ആ സമയം ജനിക്കുന്ന നക്ഷത്രം എന്ന് പറയാം, ചന്ദ്രനല്ല. അതായത് ജനന നക്ഷത്രത്തിനെ പറ്റി അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ സമയം ജനിക്കുന്നത് ഏത് രാശിയിലാണെന്ന് അന്നത്തെ ആ സമയത്തുള്ള ആ രാശി മണ്ഡലത്തിലുള്ള ഉദിക്കുന്ന രാശിയെയാണ് നമ്മൾ ആ ലഗ്നം എന്ന് പറയുന്നത്. അതിനകത്ത് പ്രത്യേകിച്ച് ലഗ്ന പോയിൻ്റ് എന്നൊക്കെ പറയാം. അത് നമുക്ക് ഡീപ്പായിട്ട് അസ്ട്രോളജിയിലേക്ക് പോകുമ്പോൾ നമ്മൾ ആ ലഗ്ന പോയിൻ്റ് വരയ്ക്കും എടുത്തിട്ട് അതിനെ ആക്ടിവേറ്റ് ചെയ്യും. അതൊക്കെ പല ടെക്നിക്സാണ്. ഓക്കെ, അപ്പം നമ്മൾ ഇപ്പം ചന്ദ്രനെ പറ്റി ഒന്ന് ആലോചിക്കാം. അതായത് നമ്മുടെ ജന്മനക്ഷത്രവും നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്തിനാണ് ജന്മനക്ഷത്രത്തിന് ചാൻസ് കൊടുക്കുന്നത് വെച്ചാൽ, ജന്മനക്ഷത്രമാണ് നമ്മുടെ ശരീരത്തിനെ പറ്റി അറിയുന്നത്. നമ്മുടെ ഈ ജന്മത്തിൽ നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഒരു ശരീരമില്ലേ, ഒരു ഉടുപ്പില്ലേ, ഈ ജന്മത്തിലെടുത്തിരിക്കുന്ന ഉടുപ്പ്, പല ഉടുപ്പുകൾ ധരിച്ചിട്ടാണ് നമ്മൾ ഒന്ന് മുഷിയുമ്പോൾ ഒന്ന് പുതിയതായിട്ട് ഇട്ടിട്ടാണല്ലോ നമ്മുടെ വരവ്. അപ്പം ഈ ജന്മത്തിൽ നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഒരു ശരീരത്തിൻ്റെ അധികാരി ചന്ദ്രനാണ്. കാരണം മനസ്സാണ് എൻ്റെ അധികാരി. മനസ്സെന്ന് പറയുന്നത് ചന്ദ്രനാണ്. അപ്പം ലഗ്നവും ചന്ദ്രനും ഉള്ള ഒരു വ്യത്യാസം മനസ്സിലാക്കിക്കോളൂ. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ അങ്ങനെ ചിന്തിക്കാതെ, അപ്പോൾ ചന്ദ്രൻ വെച്ച് നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥ, നമുക്ക് അങ്ങനെയൊക്കെയുള്ള, അതായത് രോഗങ്ങൾ, മറ്റ് കാര്യങ്ങളൊക്കെ, പിന്നെ നമുക്ക് പണം കിട്ടുന്നത്, അങ്ങനെയൊക്കെ മനസ്സിൻ്റേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, മനസ്സെന്തിനൊക്കെ പറ്റി പറയുന്നു അതൊക്കെ ചന്ദ്രനെ വെച്ച് തന്നെ നമ്മൾ ധരിക്കണം. പക്ഷേ നമ്മുടെ ഒരു ലോങ് ടൈം ആയിട്ട് നമ്മളെന്താവും, നമുക്ക് എങ്ങനെ വരും, നമ്മുടെ ജീവിതം എങ്ങനെയാണ്, ഒരാൾ ഒരു ജീവനായിട്ട് ഭൂമിയിൽ വന്നു കഴിഞ്ഞാൽ അവരെങ്ങനെയാണ് ഈ ഭൂമിയിൽ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത് ലഗ്നവുമാണ് തീരുമാനിക്കുന്നത്. അപ്പം കുറച്ചൊക്കെ ഇതിലെ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്കിനി കന്നിരാശിയിലേക്ക് വരാം. കന്നിരാശിക്ക് ഗുരുഭഗവാൻ മകേര നക്ഷത്രത്തിലാണല്ലോ. മകേര നക്ഷത്രം എന്ന് പറയുമ്പോൾ ഏകദേശം 10ാമത്തെ ഭാവത്തിലേക്കാണ് കന്നിരാശിയിലേക്ക് ഗുരുഭഗവാൻ വരുന്നത്. ഈ 10ാം ഭാവം എന്ന് പറയുന്നത് ഒരാളുടെ സദാചാരനിഷ്ഠ, പ്രൊഫഷൻ, അലച്ചിൽ, അതായത് നമ്മൾ പലതരത്തിലുള്ള, അതായത് ചില ഈ കാര്യങ്ങളൊക്കെ നേരിട്ട് മൂക്കേ തൊടുന്നവരും ചുറ്റി മൂക്കേ തൊടുന്നൊരവസ്ഥ, ഇതൊക്കെ ഉണ്ടാക്കാനൊക്കെ ഈ 10ാം ഭാവത്തിലെ ഗുരുവിന് ഏകദേശം ചാൻസ് ഉണ്ട്. പക്ഷെ അതേ സമയത്ത് അവർ വളരെ സദാചാരനിഷ്ഠ, കൂടുതൽ ധാർമ്മികതയിലേക്ക് വരാനും ഈ 10ാം ഭാവത്തിലുള്ള ഗുരു സഹായിക്കുന്നു. ഇത് ഞാൻ പൊതുവേ പറഞ്ഞതാണ്. പിന്നെ കന്നിരാശി എന്ന് പറയുന്ന ഒരു ഉഭയരാശിയാണ്. നമ്മൾ മിഥുനത്തിനെ പറ്റി പറഞ്ഞ പോലെ ഉഭയരാശിയാണ്. ഉഭയരാശി എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരേ സമയത്ത് ഓരോ സമയത്ത് നമ്മളൊരു പിന്നെ കാര്യങ്ങൾക്കനുസരിച്ച് മിഥുനത്തിൻ്റെ അത്രയില്ലെങ്കിലും കന്നിയും ഏകദേശം
എല്ലാ കാര്യങ്ങൾക്കും അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതാണ്. കാരണം മിഥുനത്തിൻ്റെ അത്ര ഇല്ലയെന്ന് ഞാൻ പറയാൻ കാരണം, മിഥുനം എന്ന് പറയുന്നത് വെള്ളത്തിൻ്റെ സൈനാണ് അല്ലേ. പഞ്ചഭൂതങ്ങളിൽ നമ്മൾ വെള്ളത്തിനെ കുറിക്കുന്നതാണ്. അപ്പം വെള്ളം വന്ന് എല്ലായിടത്തും ഏത് കുപ്പിയിൽ എങ്ങനെ വേണേലും അഡ്ജസ്റ്റായി നിറഞ്ഞോളും. പക്ഷേ കന്നി എന്ന് പറയുന്നത് ഒരു നിലത്തിൻ്റെ അവസ്ഥയാണ്. നിലം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും കുറച്ചൊന്ന് റെസിസ്റ്റ് ചെയ്യും അല്ലേ. അപ്പം ഇത് തമ്മിലുള്ള വ്യത്യാസം അതേ ഉള്ളൂ. പക്ഷേ രണ്ടിനെയും ഏകദേശം ക്യാരക്ടർ വൈസ് ഏകദേശമൊക്കെ ഒന്ന് തന്നെയായിരിക്കും. കുറച്ച് റെസിസ്റ്റൻസ് കാണിക്കും കന്നി, സ്വന്തം സ്വഭാവം മാറ്റാനായിട്ട്, അഡ്ജസ്റ്റ് ചെയ്യാൻ. ഇത്രയേ ഉള്ളൂ വ്യത്യാസം ഒരു തമ്മിൽ. തീർച്ചയായിട്ടും ബുധനെ പറ്റി സംസാരിക്കണം. ബുധനെ അവിടെ വന്നിട്ട് സ്വന്തം രാശിയാണ്, ബലമുള്ള രാശിയാണ്. ബുധന് ബലമുള്ള രാശിയാണ് കന്നിരാശി. ഇപ്പോൾ നമുക്ക് ഈ അതിൻ്റെ കന്നിരാശിയുടെ അധിപൻ ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് ബുധനാണെന്ന് പറയാം. ഈ രാശിയിൽ യഥാക്രമം 3 നക്ഷത്രങ്ങളാണ് നമുക്കുള്ളത്. ഒന്ന് ഉത്തരം നക്ഷത്രത്തിൻ്റെ 2, 3, 4 പാദങ്ങൾ, അത്തം നക്ഷത്രത്തിൻ്റെ പൂർണ്ണമായിട്ടും 4 പാദങ്ങളും, ചിത്രയുടെ ആദ്യത്തെ 1, 2 പാദങ്ങളും ഈ കന്നിരാശിയിലാണ് അടങ്ങിയിരിക്കുന്നത്. അപ്പം നമുക്ക് ഇതിൽ കന്നിരാശിയെപ്പറ്റി, ഉത്തരം നക്ഷത്രത്തെപ്പറ്റി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ, ഉത്തരം നക്ഷത്രം മകരത്തിലാണല്ലോ ഗുരുഭഗവാൻ ഇരിക്കുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പം 21ാമത്തെ നക്ഷത്രമായിട്ട് വരും. 21ാമത്തെ നക്ഷത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിപത്ത് ധാര എന്നാണ് പറയുന്നത്. വിപത്ത് ധാര എന്ന് പറഞ്ഞാൽ വിപത്തുണ്ടാക്കുമെന്നല്ല അതിൻ്റെ അർത്ഥം. ചില പ്രശ്നങ്ങൾ, ചില ബുദ്ധിമുട്ടുകളൊക്കെ ഈ 21ാമത്തെ നക്ഷത്രത്തിൽ ഇരിക്കുന്ന ഗ്രഹങ്ങൾ തമ്മിൽ കാണിക്കും. അതിൻ്റേതായിട്ടുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടാകും. പക്ഷേ അതേസമയം അത്തം നക്ഷത്രത്തിന് 20ാമത്തെ നക്ഷത്രം ധനധാരയിലാണ്. പണം വരാൻ ചാൻസ് ഉണ്ട്. അതായത് ഈ സമയത്ത് ഗുരുവിൻ്റേതായിട്ടുള്ള രീതിയിൽ നോക്കിയാൽ പൈസ കിട്ടാൻ ചാൻസ് ഉണ്ട്, സാമ്പത്തികമായിട്ട് ഉയരാൻ ചാൻസ് ഉണ്ട്. ചിത്തിര പക്ഷേ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജന്മധാരയിലാണ്. മാനസികമായിട്ട് ഒത്തിരി കൺഫ്യൂസ് ആകുന്നത് കാരണം ജന്മധാര എന്ന് പറയുമ്പോൾ, അതായത് 19ാമത്തെ നക്ഷത്രം എന്ന് പറഞ്ഞാൽ ജന്മധാരയാണ്. അങ്ങനെ ഈ 3 നക്ഷത്രങ്ങൾക്ക് 3 വിധത്തിലാണ് ഗുരുഭഗവാൻ എഫക്റ്റ് ആകാൻ പോകുന്നത് അത് നമുക്കറിയാം. ഇനി നമുക്ക് ആ നക്ഷത്രങ്ങളുടെ ആ ഒരു പൊതു ദേവതകൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉത്തര നക്ഷത്രത്തിൻ്റെ അധിപൻ നമുക്കറിയാം സൂര്യനാണെങ്കിലും ഉത്തരം നക്ഷത്രത്തിനെ നമ്മൾ ധർമ്മശാസ്താവിനെ കൊണ്ടാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. ധർമ്മശാസ്താവ് ഉത്തര നക്ഷത്രത്തിന് നമുക്ക് ഉത്തര നക്ഷത്രക്കാർ ഉപാസിക്കാൻ പറ്റിയ ഒരു ദേവതയാണ് ധർമ്മശാസ്താവ്. അതുപോലെ അത്തത്തിന് ചന്ദ്രനാണ് അത്തം നക്ഷത്രത്തിൻ്റെ ലോഡ്, അതായത് സ്റ്റാർ ലോഡ് എന്ന് പറഞ്ഞാൽ നക്ഷത്രാധിപൻ ചന്ദ്രനാണ്. അതുപോലെ ചിത്തിരയ്ക്ക് ചൊവ്വായുമാണ്. ഇപ്പോൾ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ചിത്തിര എന്ന് പറയുമ്പം ഇപ്പോൾ നമ്മൾ പറയുന്നല്ലോ, ഇപ്പോൾ കന്നിരാശിയിലും ഉണ്ടാകുന്നുണ്ട്, തുലാരാശിയിലും ഉണ്ട് ചിത്തിര അല്ലേ. അപ്പോൾ ഈ 2 ചിത്തിരയ്ക്കും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യത്യാസമായിട്ടുള്ള ദേവതകൾ. അതായത് ഇപ്പം കന്നിരാശി എന്ന് പറയുന്നത് പെൺരാശിയാണ്. പെൺരാശി എന്ന് പറയുമ്പോൾ എപ്പോഴും പറയുന്നത് നമ്മൾ ദേവതകളെ, ദൈവങ്ങളെ അങ്ങനെ നമുക്ക് എടുക്കാൻ എളുപ്പം. നമുക്ക് ഇതിൻ്റെയൊക്കെ പരിഹാരം എടുക്കുമ്പോൾ ദേവതകളെ എടുക്കുന്നതാണ് ഉചിതമെന്നാണ് നല്ലത്. അപ്പോൾ ചിത്ര എന്ന് പറയുന്നത് കുജനാണ്, അത് ചൊവ്വയാണ്. ദേവതയാകുമ്പോഴാണ് ദുർഗാദേവിയാണ്. അപ്പോൾ ദുർഗാദേവിയെ നമുക്ക് അതിന് പരിഹാരമായിട്ട് എടുക്കാൻ പറ്റും. അത് പ്രത്യേകിച്ച് ചിത്രയിൽ നിൽക്കുന്ന അത് വന്നിട്ട് അപ്പോൾ നമ്മളെന്താ നോക്കേണ്ടത്, ചന്ദ്രൻ്റെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കണം. ചന്ദ്രൻ്റെ സ്വഭാവം മനസ്സിലാക്കിയിട്ട് ചന്ദ്രൻ വന്നിട്ട് ബലവാനായിട്ടുള്ള ഒരു ആരൂഢമാണെന്നുണ്ടെങ്കിൽ ദുർഗാദേവിയെ പൂജിക്കുക. ചന്ദ്രൻ അതിൽ നീചത്തിൽ നിൽക്കുകയാണ് അല്ലെങ്കിൽ ബലഹീനമായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ കന്നി ലഗ്നം, ഉദാഹരണത്തിന് കന്നി ലഗ്നം, വൃശ്ചിക രാശിയിൽ ചന്ദ്രൻ നീചത്തിലാണ്, ലഗ്നം കന്നിയിലാണ്. അപ്പോൾ നമ്മൾ ചിത്ര നക്ഷത്രമാണെങ്കിൽ എന്ത് ചെയ്യണം? ഭദ്രകാളി അമ്മയെ പൂജിക്കണം. അപ്പോൾ അത് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അതൊക്കെ ഈ കൺസെപ്റ്റുകളെല്ലാം നമ്മൾ നോക്കിയിരിക്കണം. പിന്നെ അടുത്തത് ഞാനൊരു പുതിയ കാര്യം അവതരിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. DNA, അതായത് അസ്ട്രോളജിയിൽ ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് വന്നിരിക്കുന്ന ഒരു ഡെവലപ്മെൻറ്റാണിത്. DNA അസ്ട്രോളജി എന്ന് പറയും. DNA എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഗ്രഹത്തിനും, അതായത് ഇപ്പോൾ നമ്മൾ സൂര്യന് ഒരു പാപപ്പതിവുണ്ട്. എല്ലാ ഗ്രഹങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള ഒരു എവിടെയാണ് ഈ പാപം സ്റ്റോർ ചെയ്തിരിക്കുന്നത്, അതൊരു വലിയ സബ്ജക്റ്റ് തന്നെയാണ് കേട്ടോ. DNA അസ്ട്രോളജി പഠിക്കണം. DNA അസ്ട്രോളജി എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ സബ്ജക്റ്റാണ്. അതിലൊരു ചെറിയ ഭാഗമേ ഞാൻ പറയുന്നുള്ളൂ, ജസ്റ്റ് തുടങ്ങുന്നത് മാത്രമേ ഉള്ളൂ. ഈ സൂര്യൻ്റെ
പാപപ്പതിവ്, അതായത് സൂര്യൻ നക്ഷത്രം നമുക്ക് ഉണ്ട്, ഉദാഹരണമായിട്ട് ഉത്തരമുണ്ട്. ഉത്തര നക്ഷത്രത്തിൻ്റെ നമ്മുടെ പാപപ്പതിവ് എവിടെയാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഗ്രഹത്തിൻ്റെ നമ്മുടെ ആ ഗ്രഹം എവിടെയാണ് ആരൂഢത്തിലെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ഈ പരിഹാരം എടുക്കുന്നതിലും നമ്മുടെ പാപങ്ങൾ എങ്ങനെയാണ് നമുക്ക് വർക്കൗട്ട് ആകുന്ന ഓരോരുത്തർക്കും എന്നുള്ളത് ഇൻഡിവിജ്വലായിട്ട് വർക്കാകുന്നത് നമുക്ക് മനസ്സിലാകും. അങ്ങനെ നോക്കുമ്പം സൂര്യൻ്റെ പാവപ്പതിപ്പ് ബുധനിലാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഈ ബുധൻ നമ്മുടെ ആരൂഢത്തിൽ എവിടെയാണെന്ന് നോക്കും, മനസ്സിലായില്ലേ? ഇപ്പോൾ ബുധൻ ഉദാഹരണമായിട്ട് ഇപ്പോൾ 2ാം ഭാവത്തിലാണ് നിൽക്കുന്നത്, നമ്മുടെ ആരൂഢത്തിൽ 2ാം ഭാവം. എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. ലഗ്നത്തിൻ്റെ 2ാം ഭാവത്തിലാണ് നിൽക്കുന്ന ബുധൻ, നമുക്ക് ഉത്തരം നക്ഷത്രമാണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്കറിയാം സൂര്യൻ്റെ എവിടെയാണ് വന്നിരിക്കുന്നത്, പിന്നെ ബുധനിലാണ്. അപ്പോൾ ബുധൻ്റെ അവസ്ഥ നോക്കിയാൽ നമുക്ക് എന്ത് തരത്തിലുള്ള, ഇപ്പോൾ പറയുമല്ലോ കഴിഞ്ഞ ജന്മം എന്നൊക്കെ പറയല്ലേ, പഴയ ജന്മങ്ങളെപ്പറ്റി അറിയാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കത്തില്ല. തീർച്ചയായിട്ടും അറിയാം. അവിടെയാണ് DNA അസ്ട്രോളജി ഉള്ളത്. അത് അപ്പോൾ നമുക്ക് അതിൻ്റെ പാവപരിവാരം എവിടെയാണ്, പാവം എവിടെയാണ് നിൽക്കുന്നത്? ബുധനിലാണ്. ഓക്കെ, 2ാം ഭാവത്തിൽ ബുധൻ നിൽക്കുന്നത്. ഓക്കെ, 2ാം ഭാവത്തിൽ ബുധൻ നിൽക്കുകയാണ്. അപ്പം 2ാം ലഗ്നത്തെ പോലെ നമുക്ക് ഉദാഹരണമായിട്ട് മിഥുന രാശി എന്നേ എടുത്തോളൂ, മിഥുന ലഗ്നമാണെന്ന് എടുത്തോ. അല്ല, മിഥുന ലഗ്നം ചിത്ര നക്ഷത്രം, രാശി വന്നിട്ട് കന്നിയാണെന്ന് വെച്ചാൽ, അപ്പം മിഥുന നക്ഷത്രത്തിൻ്റെ മിഥുന ലഗ്നത്തിൻ്റെ 2ാം ഭാവത്ത് നിൽക്കുന്ന, കർക്കിടകത്തിൽ നിൽക്കുന്ന ബുധൻ. അപ്പോൾ ആ ബുധൻ്റെ സ്വഭാവം അതെവിടെയാണ് ബാധിക്കാൻ പോകുന്നത്? 2ാം ഭാവം എന്ന് പറഞ്ഞാൽ ധനത്തിനെയോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിനെയോ ബാധിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ പാപപ്പതിവ് അവിടെയാണോ എന്ന് നമ്മൾ നോക്കുക, പെട്ടെന്ന് മനസ്സിലാക്കാം. നമ്മുടെ പാപപ്പതിവ് എവിടെയാണോ? ഓക്കെ, ഇവിടെയാണല്ലേ, നമ്മുടെ 2ാം ഭാവത്തിലാണ്. അതിപ്പോൾ നമ്മളെ എഫക്റ്റ് ചെയ്യാൻ പോകുന്നത് എവിടെയാണ്? നമ്മുടെ കുടുംബത്തിനെ എഫക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ പണവരവിനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ നമുക്കത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതിനാണ് DNA അസ്ട്രോളജി എന്ന് പറയുന്നത്. എല്ലാം കൂടി എനിക്കിവിടെ നമുക്ക് പറയാൻ പറ്റില്ല, എന്നാലും ജസ്റ്റ്. അതുപോലെ അത്തം നക്ഷത്രത്തിൻ്റെ പിന്നെ DNA എവിടെയാണെന്ന് വെച്ചാൽ ഗുരുവിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഗുരു ഭഗവാനെ നോക്കണം. ചൊവ്വ നക്ഷത്രത്തിൻ്റെ അത് ശുക്രനാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കുക ഇതൊക്കെ ആരാ പറഞ്ഞു തന്നതെന്ന്. അങ്ങനെ ചോദിക്കുന്ന നല്ലവരായ സുഹൃത്തുക്കളുണ്ട്. അപ്പം അവരോടൊരു കാര്യം പറയാം, ഇതെല്ലാം അസ്ട്രോളജി എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമൊന്നുമല്ല, വലിയ ഒരു മഹാസമുദ്രമാണ്. അതിന് നമ്മൾ ഈ ഒരു കപ്പിട്ട് വെള്ളം എടുത്ത് ഒരു കടലിൽ നിന്ന് എടുക്കുന്ന മാതിരിയുള്ള അവസ്ഥയാണ് നമുക്ക്, മനസ്സിലായി? അപ്പം ഓരോരുത്തരും, ഓരോ ആചാര്യന്മാരും ഓരോ രീതിയിൽ ഈ അസ്ട്രോളജിയെ പറ്റി ഡീപ്പായിട്ട് പഠിച്ചിട്ടുണ്ട്. അവരാണ് ഇതിൻ്റെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഗുരുവായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുക. അവർ മൂലം വന്നിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. നമ്മൾ റിസർച്ച് ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ റിസർച്ച് ചെയ്യാനുള്ള ജീവിതത്തിൽ അതിനുള്ള സമയമില്ലെന്ന് പറഞ്ഞാൽ അത് ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ഓരോരുത്തർ റിസർച്ച് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ അത് ഗുരുപരമ്പരയായിട്ട് വരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അതിൽ നിന്നും ആ ഗുരുക്കന്മാരാൽ കിട്ടിയിരിക്കുന്ന കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ദ്വേഷിച്ചാലും ഗുരുക്കന്മാരെയാണ് ദ്വേഷിക്കാൻ പോകുന്നത്, എന്നെ അല്ല. കാരണം ഞാൻ ഒരു മീഡിയ മാത്രമാണ്. അവർ പഠിപ്പിച്ചു തന്ന കാര്യം എൻ്റെ ഗുരുക്കന്മാർ എനിക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ. എനിക്ക് ഏകദേശം അസ്ട്രോളജിയിൽ തന്നെ ഏകദേശം 4 ഗുരുക്കന്മാരുണ്ട്. അപ്പം പിന്നെ അവരാൽ ആ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിനെ പറ്റി അവർ പറഞ്ഞു തന്ന കാര്യങ്ങളാണ് ഞാനീ പറയുന്നത്. ഓക്കെ, ശരി. നമുക്കിപ്പം ഇവിടേക്ക് വരാം, പരിഹാരത്തിലേക്ക് വരാം. ഉത്തരം നക്ഷത്രത്തിന് പരിഹാരം എടുക്കുമ്പം നമ്മൾ എപ്പോഴും എടുക്കുന്ന പോലെ നമ്മളിപ്പോൾ 3, അതായത് ബുധനും സൂര്യനും ഗുരുവാണ് ഇവിടെ വരുന്നത്. കാരണം ബുധൻ എന്ന് പറയുന്നത് കന്നിരാശിയുടെ അധിപനാണ്, സൂര്യൻ എന്ന് പറയുന്നത് ഉത്തര നക്ഷത്രത്തിൻ്റെ അധിപനാണ്. നമ്മൾ ഗുരുവിനെ പറ്റി മാത്രം ചിന്തിക്കുന്നതുകൊണ്ട് ഗുരുവിനെ എടുക്കുന്നു. നമ്മൾ പഴയ മാതിരി പെട്ടെന്ന് ഈസിയായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഇതിൻ്റെ കളർ, ബുധൻ എന്ന് പറയുന്നത് പച്ചയാണ്, സൂര്യൻ എന്ന് പറഞ്ഞാൽ സാഫ്രോൺ കളറാണ്, ജൂപ്പിറ്റർ എന്ന് പറഞ്ഞാൽ മഞ്ഞ കളറാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ ഏകദേശം ഡിമ്മായിട്ടുള്ളൊരു ബ്ലാക്ക് കളറായിട്ട് വരും, നിങ്ങൾക്ക് ഒരു ഷെയ്ഡായിട്ട് വരും. നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മറ്റേ നോക്കിയപ്പോൾ നക്ഷത്രധാരയിൽ വിപത്തുധാര എന്ന് പറയുന്നില്ലേ, നമ്മൾ അങ്ങനെയും കാൽക്കുലേറ്റ് ചെയ്ത് വരുന്നില്ല. അപ്പോൾ എല്ലാം ഒന്നിലേക്കാണ് വരുന്നത്, ഒരേ സോഴ്സിലേക്കാണ് വരുന്നത്. നമ്മളൊന്ന് ആലോചിക്കുക, അത്രേ ഉള്ളൂ ഇതിനകത്ത്. അപ്പോൾ നമുക്ക് ഇത് അത്ര പോസിറ്റീവാണോ എന്ന് ചോദിച്ചാൽ അല്ല. അത്ര പോസിറ്റീവ് ആയിരുന്നെങ്കിൽ ഇത് അങ്ങനെ ഒരു ബ്രൗൺ ഷെയ്ഡിൽ വരത്തില്ല. ബ്രൗൺ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ഏകദേശം രാഹുവിൻ്റെ കളർ വരും, മനസ്സിലായേ? അപ്പോൾ അതിൻ്റെ എഫക്റ്റ് അങ്ങനെ ആയിരിക്കും. അപ്പോൾ അതിന് നമ്മൾ പരിഹാരം എടുക്കുകയാണെങ്കിൽ ഉത്തര നക്ഷത്രത്തിന് വേറെ ഒന്നും പരിഹാരമില്ല സുഹൃത്തുക്കളെ. അയ്യപ്പനെ മുറുക്കെ പിടിച്ചോളുക. അയ്യപ്പനെ മുറുക്കെ പിടിച്ചാൽ തന്നെ ഉത്തര നക്ഷത്രം രക്ഷപ്പെടും. കുറച്ചൊക്കെ ദോഷങ്ങളൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ അവരുടെ ഗണ്ടാന്ത ദോഷങ്ങളോ അല്ലെങ്കിൽ ബ്രഹ്മഹത്യാ ദോഷമോ അല്ലെങ്കിൽ
കാശി ജാതകമോ ഒക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ മനസ്സിലാക്കിയ ശേഷം അതൊക്കെ റിമൂവ് ചെയ്താൽ തന്നെ ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അയ്യപ്പ ഭജനം കൊണ്ട് മാത്രം ശരിയാവും, തീർച്ചയായിട്ടും ശരിയാവും. അതുപോലെ അടുത്ത അത്ത നക്ഷത്രത്തിനാണെങ്കിൽ തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അത് നമ്മൾ പറയുന്നത് കണ്ട് ഒരു അത്ത നക്ഷത്രത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ബുധനും ചന്ദ്രനും പിന്നെ ഗുരുവായതുകൊണ്ട് നമ്മൾ അത്തത്തിനെ നമ്മൾ എടുക്കുന്നത് ഒരു ലൈറ്റായിട്ട്, ഒരു ലൈറ്റ് ഷെയ്ഡായിട്ട് വരും. അതല്ലേ വൈറ്റ് വെള്ള ചേരുന്നത് കൊണ്ട് അവിടെ വന്നിട്ട് നമുക്കൊരു വളരെ പോസിറ്റീവ് എന്ന് പറയാനൊക്കത്തിലും നമുക്കൊരു യെല്ലോയിഷ് കളർ കൂടുതലായിട്ട് വരും. വൈറ്റ്, യെല്ലോ, പച്ചയുടെ ആ ഒരു ഇത് കുറച്ച് കുറഞ്ഞ് ഒരു ഡൾ യെല്ലോയിഷ് കളറിൽ വരും. അപ്പോൾ നമുക്ക് എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കാൻ പോകുന്നത്, തീർച്ചയായിട്ടും യെല്ലോ എന്ന് പറഞ്ഞാൽ ഗുരുവാണ്. ഗുരുവിൻ്റെ എഫക്റ്റ് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ധനധാര എന്ന് പറയുന്നത് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ ഏകദേശം അത് തന്നെ അല്ലേ വരാൻ പോകുന്നത്. അതുപോലെ ചിത്രയ്ക്ക് തീർച്ചയായിട്ടും ഈ പച്ച കളറും ചുവപ്പ് കളറും മഞ്ഞ കളറും കൂടി ചേർക്കുമ്പോൾ തീർച്ചയായിട്ടും ഏകദേശം ഞാൻ പറഞ്ഞ പോലെ പിന്നെ ഉത്തര നക്ഷത്രത്തിനുമായിട്ട് വളരെ ബന്ധപ്പെട്ട ഒരു കളർ തന്നെ വരാൻ പോകുന്നത്. ദാറ്റ് മീൻസ് അത് വന്നിട്ട് നമുക്ക് വന്നിട്ട് അതാണ് ഇവിടെ മറ്റ് നക്ഷത്രധാരയെ കൂടെ നോക്കുമ്പോൾ നമ്മൾ പറയും ജന്മധാരയാണ് മനസ്സിന് വിഷമം ഉണ്ടാക്കും എന്ന് പറയാൻ കാരണം അതാണ്. അപ്പോൾ ഇതെല്ലാം ഏത് ശാസ്ത്രത്തിൽ കൂടെ അസ്ട്രോളജിയിൽ പറയുന്ന പല ശാഖകൾ, ഒത്തിരി ശാഖകളുണ്ട് സുഹൃത്തുക്കളെ. ഇപ്പം നമ്മൾ അസ്ട്രോളജിയിൽ തന്നെ എനിക്ക് വളരെ കുറച്ചേ അറിയാവുന്ന തന്നെ KP അസ്ട്രോളജി, അതുപോലെ ജാമക്കോല്, അതുപോലെ വേദിക് അസ്ട്രോളജി, നമ്മുടെ പാരമ്പര്യ അസ്ട്രോളജി, ഇതൊക്കെ അറിയുള്ളൂ. ഇതിനെപ്പറ്റി ഇതിനപ്പുറം അതുപോലെ DNA അസ്ട്രോളജി, ഇതിനപ്പുറം ഒത്തിരി അസ്ട്രോളജി വിഭാഗങ്ങളുണ്ട്. അതിൽ കൂടെ എല്ലാവരും കാര്യം സാധിക്കുന്നുണ്ട്. ഏത് വഴി പോയാലും നമ്മൾ പോയി ചേരുന്നത് ഒരേയിടത്തൊക്കെയാണ് വരുന്നത്. അപ്പോൾ പരിഹാരം നമ്മൾ കണ്ടുപിടിക്കേണ്ട വിധങ്ങളാണ് ഞാനിവിടെ സൂചിപ്പിച്ചതെന്ന് മാത്രം. എൻ്റെ സുഹൃത്തുക്കളെ, നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ അത്യാവശ്യമാണ്. ദയവ് ചെയ്ത് എൻ്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും താല്പര്യപ്പെടുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം.